ഇന്ന് ഞങ്ങൾ അരിഞ്ഞിട്ടുള്ള മെഴുക്കുവരട്ടിയ തോരണം ഒന്നുമല്ല. അതായത് മുരുകാച്ചി ഇരിപ്പുണ്ട്. ഇന്ന് നോൺ വെജ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ എണ്ണപ്പയർ ഇരുന്നത് ഒരു രാവിലെ തീരുമാനിച്ച എണ്ണപ്പയർ ഉലർത്താന്ന്. അപ്പൊ ഞാനൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ട് കുതിരാനായിട്ട്. രാവിലെ തന്നെ ഇട്ടതാട്ടോ. ഇപ്പൊ മണി 10:30 ആയില്ലേ, 10:15 അല്ലേ. അപ്പൊ ഇത് ഇച്ചിരി ഉപ്പിട്ട് നഗക്ക വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഈ എണ്ണപ്പയർ നമ്മുടെ കാനഡ ശാന്ത ഇല്ലേ, കിട്ടുവിന്റെ ശാന്ത, കാനഡ ശാന്ത എന്ന് പറഞ്ഞ കാനഡ താമസിക്കുന്ന ശാന്ത, ആ ശാന്ത എണ്ണപ്പയറും കൊണ്ടൊരു കറി വെക്കും. അമ്മാമ്മ എന്നോട് പറഞ്ഞു തന്നതാ. ചാറുകറി ഇല്ലാത്തപ്പോ നേർപ്പിച്ചെടുക്കും, വെള്ളം കൂടുതൽ ഒഴിച്ച് വെച്ച്. നമ്മൾ പയറ് ചിലപ്പോൾ ചാറാക്കൂല അതുപോലെ. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു തേങ്ങയൊന്നും അരക്കണ്ട, ഇത് വേവിച്ചേച്ച് സ്വല്പം ഗ്രേവി വരുമല്ലോ അതില്, ആ ഗ്രേവിയും കൂടെ ചേർത്ത് തവയിലിട്ട് കടുക് പൊട്ടിച്ച് സവോളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ചേർത്തേച്ച് ഒരു ചാറ് പോലെയാക്കും. നല്ല രുചിയെന്നാ പറഞ്ഞേ. ഒരു ദിവസം നമുക്ക് ചെയ്തേച്ച് അരിപ്പുട്ടുണ്ടാക്കാം. അപ്പൊ ഇതിപ്പോ അതിനല്ല കേട്ടോ, ഉലർത്താനാ. കാരണം ഉലർത്തുകറി ഇല്ല. അപ്പൊ നമുക്ക് ഉപ്പിട്ടു, നെകക്ക വെള്ളം ഒഴിച്ചു, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ഇട്ടേക്കാട്ടോ. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിർത്തിയത് കൊണ്ടാട്ടോ 3 വിസിലിൽ വേവൂ എന്ന് പറഞ്ഞ. ഈ എണ്ണപ്പയർ മാർജിൻ ഫ്രീയിലാ, ജോൺസൺ ചേട്ടന്റെ നല്ല എണ്ണപ്പയർ അവിടുത്തെ. അപ്പൊ നമ്മളിതേ ഉലർത്താനായിട്ടേ തേങ്ങയിട്ട് തോരൻ പോലെയാട്ടോ ചെയ്യണേ. ഞാനത് വേവിച്ചു കുഴഞ്ഞു നന്നായിട്ട്. കുഴഞ്ഞപ്പോ കട്ട പോലെ ആയിപ്പോയി, ഇച്ചിരി കുഴവ് കൂടിപ്പോയി കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് തന്നെ അങ്ങ് തേങ്ങ ഇരണ്ടിയിട്ട്, പിന്നെ ദേ ചുമന്നുള്ളി വെളുത്തുള്ളി വേപ്പില ചതച്ച് വെച്ച് ഉലർത്താനായിട്ട് ഇട്ടേക്കണം. ഇനിയിപ്പൊ ചതച്ച മുളക് പൊടി ചേർക്കാം. പിന്നെ കുഴഞ്ഞത് കൂടുതലായാലും അപ്പയ്ക്ക് അത്ര ഇഷ്ടം. എനിക്ക് ഇച്ചിരി വിട്ടിരിക്കണ ഇഷ്ടാ. പക്ഷെ ഇവിടെ നാളൊരു ദിവസം ഇവിടത്തെ ഈ എണ്ണപ്പയറും മേടിക്കണ മാർജിൻ ഫ്രീ എണ്ണപ്പയറും വൻപയറൊക്കെ വളരെ നല്ലതാണ്. അപ്പം അത് എന്നോട് പറയാ ഇതെന്നാ വെന്തട്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു വെന്തു, സാധാരണ വീടുകളിലെ വേവ് പോലെയായി. ഇവിടെ കുഴഞ്ഞ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴഞ്ഞ രീതിയിലായില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കുഴക്കണ നല്ലേന്ന് പറഞ്ഞു. പിന്നെ ഇതിപ്പോ എന്തോരം കുഴഞ്ഞാലും അപ്പൊ പറയും സൂപ്പറാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇച്ചിരി വിട്ടിരിക്കണം നല്ലതാ കാര്യം. അപ്പൊ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തിന് എടുക്കും, ചിലപ്പോൾ ഇച്ചിരി കുഴച്ചെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എടുക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോഗ്രാഫർ ഇവിടെ ഉണ്ടാവൂല, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ. കുക്കിംഗ് നടത്തുന്ന ദിവസം ശരിക്കുള്ള രീതിയിലായിരിക്കും. അപ്പം പിന്നെ കാണും, അതുകൊണ്ടാണ്. മഞ്ഞൾ വേവിക്കാൻ ഇട്ടുകൊണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കേട്ടോ. ദേ മുളകുപൊടി മൂത്തത ഇടുക. നിരത്തി വയ്ക്കാം. അങ്ങനെ സംഭവം കഴിഞ്ഞു. ഫിനിഷ്. ഇനി ഊണ് കഴിക്കുമ്പോ എടുക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ അതേ എണ്ണപ്പയർ ഇട്ടു. കണ്ട എണ്ണപ്പയർന്നാ ഞങ്ങള് പറയണേ. എണ്ണപ്പയർ തേങ്ങയിട്ട് തോരൻ. ഇതിന് തോരൻ തോരൻ പേര് പറയാം. തേങ്ങയിട്ടാ മെഴുക്കുവരട്ടിയല്ല. പിന്നെ പതിവ് വെളുത്തുള്ളി പിക്കിള, മോര് കാച്ചിന് ഒരു കുഞ്ഞു ടൊമാറ്റോ ഇട്ടു, ഒരു കുഞ്ഞു പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. പച്ചമുളകും പാവയ്ക്ക ഇട്ടത് കൊണ്ടത്. പിന്നെ ഈ മീൻ വെക്കാൻ നേരം കിട്ടിയില്ല, മേടിച്ചത് ഇരിപ്പുണ്ട്. വീഡിയോ പരിപാടി കാരണം അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അങ്ങ് വറുത്തു. അതാ ഓക്കെ. ടൈം ഫോർ ലഞ്ച്. ചെറുപയർ ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും തന്നെ ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയെങ്കിലും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ കൂടുതലും പക്ഷെ വൻപയറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെറുപയറും ഇടയ്ക്ക് ഇതുപോലെ എടുക്കും. കാരണം എന്നുമല്ല, നൊയമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും വൻപയറൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ചെറുപയറും എടുക്കാറുണ്ട്. എനിക്കൊന്നുകൂടി ഇഷ്ടം ചെറുപയർ മുളപ്പിച്ച തോരനാണ് കേട്ടോ. അത് ഉഗ്രനായിരുന്നു. ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്നാ ടേസ്റ്റായിരുന്നു. ഇനി അത് ഇടയ്ക്ക് വീണ്ടും ഒന്ന് ഉണ്ടാക്കണം. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് നൊയമ്പിനൊക്കെ പറ്റിയ ഒരു കറിയാണ്. നല്ല കറിയായിരുന്നു. പക്ഷെ നമ്മളിത് നൊയമ്പിന് മുമ്പാണ് ഉണ്ടാക്കിയത്. അതാണ് ഇടയ്ക്ക് മീൻ കഷ്ണമൊക്കെ കാണുന്നത് കേട്ടോ. ഇനി ചെറുപയർ, വൻപയർ, കൂണ് അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമ്മുടെ കറികൾ കുറച്ച് നാളത്തേക്ക്. പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയും പരീക്ഷിക്കണം എന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് നൊയമ്പ് കറികൾ സ്പെഷ്യലായിട്ട് വെക്കണേന്ന് പറയണേ.